ഹലോ, ഞാൻ സുജിത്. വെൽക്കം ടു എസ് ജി ജേണി വ്ളോഗ്സ്. എസ് ജി ടോക്സ് എന്ന് പറയുന്ന പുതിയൊരു എപ്പിസോഡ് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ അതിഥി എന്ന് പറഞ്ഞാൽ റിൻസിയാണ്. റിൻസി കുവൈറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ നമുക്ക് റിൻസിലോട്ട് പോകാം. ഹായ് റിൻസി, വെൽക്കം ടു എസ് ജി ടോക്സ്. ഹായ് റിൻസി, നാട് എവിടെയാ? എൻ്റെ നാട് വരുന്നത് ട്രിവാൻഡ്രം ആണ്. വെട്ടിത്തുറയാണ് താമസിക്കുന്നത്. പഠിച്ചതൊക്കെ? പഠിച്ചത് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെട്ടുകാട്. ഞാൻ സെൻറ് മേരീസ് ആണ്. ഞാൻ പട്ടം സെൻറ് മേരീസ്. LKG തൊട്ട് +2 വരെ അവിടെ തന്നെ. ഞാൻ പല സ്കൂളുകളിലുമായിട്ട് പല സ്കൂളുകളിൽ ഇയറിൽ മാറിയാണ് പഠിച്ചത്. 8ാം ക്ലാസ് മുതൽ അങ്ങോട്ട് ഞാൻ പഠിച്ചതെല്ലാം വെട്ടുകാട് തന്നെയാണ്. റിൻസി, ഫാമിലിയെക്കുറിച്ച് അപ്പ ഇല്ല, പപ്പ മരിച്ചുപോയി. പിന്നെ വീട്ടിൽ എനിക്ക് 2 അനുജത്തിമാർ, അമ്മ, അനുജത്തിമാരും ഞങ്ങളെല്ലാവരും മാരീഡാണ്. കുഞ്ഞ് 3 കുട്ടികളുണ്ട് എനിക്ക്. എല്ലാവരും നാട്ടിലല്ലേ? ആ. റിൻസി, കുവൈറ്റിൽ എന്തായിട്ടാണ് വർക്ക് ചെയ്യണേ? ഞാൻ ബ്യൂട്ടീഷ്യനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ബ്യൂട്ടീഷ്യൻ ആ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്താ? ഒരിക്കലും എന്താ പറയുക, ഇഷ്ടത്തോടെ സെലക്ട് ചെയ്തതല്ല. ഇന്നത് പഠിക്കണമെന്നൊരു താല്പര്യമില്ലായിരുന്നു. ഗൾഫിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് എടുത്ത് പഠിച്ചതാണ്. പിന്നെ ഞാനിവിടെ വന്നു. ഇപ്പം ഞാൻ 3.5 ഇയറിൽ മോളിലായി ഇവിടെ വർക്ക് ചെയ്യുന്നു. ഫ്രണ്ട്സ്, ഈ ഗൾഫിൽ പ്രത്യേകിച്ച് കുവൈറ്റിലൊക്കെ നമുക്ക് ഈ ജോലി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് ബ്യൂട്ടീഷ്യനൊക്കെ എങ്ങനെയാണ് ഈ ഒരു ബ്യൂട്ടീഷ്യനായിട്ട് ഇവിടെ ജോലി കിട്ടിയത്? എങ്ങനെയാണ് ഇത് കിട്ടിയത്? ആദ്യമേ ഞാനിവിടെ കുവൈറ്റിലുണ്ടായിരുന്നു. ആൻറ്റി മുഖേനയാണ് ഞാൻ വന്നത്. പിന്നെ എനിക്ക് അത് മുന്നേ, കൊറോണയുടെ മുന്നേ ഞാൻ വന്നതാണ്. എന്നിട്ട് എനിക്ക് തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഔട്ട്സൈഡ് വിസയായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരാൻ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു റിലേറ്റീവ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ് മുഖേനയാണ് ഞാനിവിടെ വരുന്നത്. ഒരു ജിം ലവറാണ്, അതുപോലെ ബുള്ളറ്റ് ലവറാണ്. ജിമ്മിൽ പോകുന്നുണ്ടോ? ജിമ്മിൽ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ജിമ്മിന് പോവുമായിരുന്നു. പ്രൊഫഷണലായിട്ട് കോച്ചല്ലെങ്കിലും അവിടുത്തെ എൻ്റെ കോച്ചിൻ്റെ പേര് അനീഷ് എന്നാണ്. ഓക്സിജൻ എന്നാണ് ജിമ്മിൻ്റെ പേര്. അവിടെ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പം എന്നിലുള്ള ഇത് കൊണ്ടായിരിക്കാം ഞാൻ പലരും കോച്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ള പെർമിഷൻ എൻ്റെ കോച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് എക്സസൈസൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നാട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ സാലറിയൊക്കെ ബെറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ബുള്ളറ്റ് ഒരു വട്ടം ഞാൻ ഓട്ടിച്ചിട്ടുണ്ട്. ബുള്ളറ്റ് ലവറാണ്. ബുള്ളറ്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ സൽമാൻ്റെ മൂവിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ഒരു ക്രേസ് ആയതാണ്. അതിനുശേഷം എനിക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ട് ഒരു ബുള്ളറ്റ് എടുത്തിട്ട് ഓടിക്കണമെന്നാണ് ഭയങ്കര ആഗ്രഹം. ബുള്ളറ്റ് സാധാരണ മലയാളി ക്രേസ് ആയത് മോഹൻലാൽ ബുള്ളറ്റ് ഓടിച്ച് കണ്ടിട്ടുണ്ട്. ഇല്ല, എനിക്ക് ദുൽഖർ സൽമാൻ്റെ. എന്താണ് പാഷൻ? എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ 3 പേര് നല്ലൊരു നിലയിൽ എത്തണമെന്നുള്ളത്. എനിക്ക് പാട്ട് പാടുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അതിനൊന്നും പറ്റാത്തത് കൊണ്ടും ആ ഒരു റീസൺ കൊണ്ടാണ് ഞാൻ റീൽസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാമിൽ റീൽസിൻ്റെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും അതിനോട് കൂടുതൽ അഡിക്റ്റ് ആയതും ഇപ്പോഴും കണ്ടിന്യൂ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. എനിക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് തമാശയായിട്ട് തോന്നിയാലും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു ബിഗ് സ്ക്രീനിൽ എനിക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അത് എന്താ പറയുക, എങ്ങനെയാണ്, ഏത് രീതിയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹമാണ് അത്. അഭിനയമാണ് സത്യത്തിൽ എൻ്റെ പാഷൻ എന്ന് പറയുന്നത്. ഡ്രീം എന്തുവാണ്? എനിക്ക് എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വലിയൊരു ഹൈ ലെവലിലുള്ള ഒരു ഫാമിലി അല്ലായിരുന്നു. സോ ഞാൻ വളർന്നു വന്നതും ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് വളർന്നു വന്നത്. എൻ്റെ പപ്പ മരിച്ചതിന് ശേഷം ഞങ്ങൾ 3 പേരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു നിലയിലെത്താൻ വേണ്ടിയിട്ട്. എല്ലാവരുടെയും മുന്നിൽ ഒരുപാടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നത്തെ സമൂഹം അറിയാമല്ലോ. ഇപ്പം നമ്മുടെ ബന്ധുക്കാരായിരുന്നാലും ആരായിരുന്നാലും നല്ലതായിരുന്നാൽ മാത്രമേ, പണം ഉണ്ടെങ്കിൽ മാത്രമേ മണമുള്ളെന്ന് പറയുന്ന പോലെ നമ്മളൊരു നല്ലൊരു ലെവലിൽ നിൽക്കുമ്പോഴല്ലേ അവരെ നമ്മൾ അംഗീകരിക്കുകയുള്ളൂ.
എൻ്റെ അമ്മയെ കൊണ്ട് ഞങ്ങൾ നോക്കുന്ന രീതിയിലെല്ലാം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ നല്ലൊരു ലെവലിൽ എത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പാടെയും എൻ്റെ അമ്മയുടെയും ആൾക്കാരുടെ മുന്നിൽ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനുള്ള ഓട്ടത്തിലാണ്. ഇപ്പോഴും ഞാൻ എത്തി എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം മുന്നേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അടുത്ത് അമ്മയുടെ ആൾക്കാരായിരുന്നാലും അപ്പൻ്റെ ആൾക്കാരായിരുന്നാലും ഞങ്ങളുടെ ഫാമിലീനെ കണ്ടിരുന്നതൊരു എന്താ പറയുക, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, ആരും അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാവരും മിണ്ടുന്നതും നമ്മളോട് സഹകരിക്കണയൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ എത്തിയത് കൊണ്ടാണ് നമ്മളടുത്ത് സഹകരിക്കുന്നത്. ഇനിയും ഒരുപാട് നല്ലൊരു ലെവലിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതുമാത്രമല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. ഞാനൊരു സിംഗിൾ മദറാണ്. എനിക്ക് 3 പെൺകുട്ടികളാണ്. എൻ്റെ അമ്മയാണ് എന്നെ നോക്കുന്നത്. എൻ്റെ സഹോദരങ്ങളാണ്, 2 സഹോദരങ്ങളുണ്ട്. ഞങ്ങൾ തമ്മിൽ എത്ര തന്നെ വഴക്കിട്ടിരുന്നാലും എനിക്കൊരു പ്രശ്നം അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഒറ്റ കൈയായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ്. സഹോദര സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട്. അത് ചിലപ്പോൾ നമ്മൾ വളർന്നു വന്ന ആ സാഹചര്യം കൊണ്ടാവും. എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് ഒരു കിടക്കാടം വേണം. പിന്നെ അതിനുള്ള ഓട്ടത്തിലാണ്. കടങ്ങളുണ്ട്. ദൈവാനുഗ്രഹത്താൽ കടങ്ങളെല്ലാം തീർക്കും ഞാൻ. എല്ലാവരുടെയും മുന്നിൽ ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ച് എൻ്റെ വീട്ടുകാരെയും എൻ്റെ ബന്ധുക്കാരെയും എൻ്റെ നാട്ടിലുള്ളവരെയും എല്ലാം വിളിച്ച് ഒരു പാലുകാച്ച് എനിക്ക് നടത്തണമെന്ന് വലിയൊരു ആഗ്രഹമാണ്. പിന്നെ അതിനേക്കാളും ഇത് ഒരു അച്ചീവ്മെൻ്റ് ആക്കുന്ന സമയത്ത്, ആ പാലുകാച്ച് നടത്തുന്ന സമയത്ത് ഞാൻ പഠിച്ചതെല്ലാം വളർന്നതെല്ലാം ഞാൻ വെട്ടുകാട് മിസ്റ്റിക്കൽ റോസ് കോൺവെൻറ്റിലാണ്, ഓർഫനേജിലാണ് ഞാൻ പഠിച്ചത്. ഇതുപോലെ നിൽക്കുന്ന ഏതെങ്കിലും കുട്ടികൾക്ക് അന്നത്തെ ദിവസം ഒരു നേരത്തെ അന്നദാനം കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. പ്രിൻസി, സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഇത്രത്തോളം ആക്റ്റീവ് ആവാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലാണെങ്കിലും ഇത്ര ആക്റ്റീവായിട്ട് ചെയ്യുന്നു? സങ്കടങ്ങൾ മറക്കാനെന്ന് പറയാം. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആകുമ്പം നമ്മുടെ സങ്കടങ്ങൾ മറന്നു പോകുമെന്ന് പറയുന്നതിൽ എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം ആയിരുന്നു. ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഒരു 5-6 വീഡിയോസ് നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്യുമായിരുന്നു. അതും ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മളൊരു ഫാമിലിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഇഷ്ടത്തിനായിരിക്കും കൂടുതലും പെൺകുട്ടികൾ ജീവിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ എനിക്കെൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച്, പുള്ളിക്കാരനെ കുറിച്ച് എനിക്ക് ബാഡായിട്ടൊന്നും പറയാനായിട്ടൊന്നും തന്നെ ഇല്ല. എവിടെ ആയിരുന്നാലും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഇവിടെ വന്നു 2 പേര് സെപ്പറേറ്റ് ആയതിന് ശേഷം ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നത് കൊണ്ടാവാം പിരിഞ്ഞത് എന്നെ ഒരുപാട് ഡിപ്രഷനിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ രാത്രിയിൽ എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് സൂയിസൈഡൊക്കെ ചെയ്താലോ എന്നൊക്കെ ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടിയത് ഈ ഇൻസ്റ്റഗ്രാം വഴിയാണ്. ലൈഫിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം? ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും അമ്മയും ഭയങ്കര വഴക്കായിരുന്നു എപ്പോഴും. ഞാൻ കല്യാണം കഴിച്ച് 14 വർഷം കഴിഞ്ഞിട്ടും അമ്മയായിട്ട് വലിയൊരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കൊരു വീഴ്ച ഉണ്ടായിരുന്ന സമയത്ത് എന്നെ താങ്ങാനായിട്ട് എൻ്റെ അമ്മയുണ്ടായിരുന്നു. ഈ 3 മക്കളെയും ഇപ്പോഴും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ്. അമ്മയാണ് നോക്കുന്നത്. അതിന് ഞാൻ എൻ്റെ അമ്മയോട് ഒരുപാട് വട്ടം സോറി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അമ്മയെ മനസ്സിലാക്കാൻ പറ്റിയതാണ് എനിക്ക് ഈ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളൊരു കാര്യം. അത് ഇത്രയും നാൾ ഉണ്ടായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പം അതിലുള്ള സന്തോഷം ഇപ്പോഴും കണ്ടിന്യൂ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാണോ ഞാനത് മനസ്സിലാക്കിയത്, അത് അന്നാണ് എനിക്ക് ഏറ്റവും ജീവിതത്തിൽ എനിക്ക് സന്തോഷം കിട്ടിയൊരു ദിവസം എന്ന് പറയുന്നത്. ലൈഫിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു ഇൻസിഡൻറ്റ് എന്താ? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ എൻ്റെ ഹസ്ബൻഡ് ലവ് മാരേജ് ആയിരുന്നു. ഞാൻ കോൺവെൻറ്റിലാണ് നിന്ന് പഠിച്ചതും വളർന്നതും എല്ലാം. ലവ് മാരേജ് ആയിരുന്നതിനാൽ ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെല്ലാം എതിർത്തൊരു കല്യാണമായിരുന്നു അത്.
പുള്ളിക്കാരൻ മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയുമായിരുന്നു. എല്ലാവരുടെ മുന്നിൽ കല്യാണത്തിന് ശേഷമെങ്കിലും ജീവിച്ച് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിൽ ഞാൻ കണ്ടിരുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അച്ഛനായിരിക്കണം, അമ്മയായിരിക്കണം, എൻ്റെ സഹോദരങ്ങളായിരിക്കണം, ഹസ്ബൻഡായിരിക്കണം, ലവറായിരിക്കണം, ഫ്രണ്ടായിരിക്കണം, എനിക്കെല്ലാം ആയിരിക്കണമെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അറിയാം ഞാൻ എത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന് അറിയാം. പുള്ളിക്കാരനുമായിട്ട് പിരിഞ്ഞത് ഒരുപാട് എന്നെ വിഷമത്തിലാക്കിയിട്ടുണ്ട്. ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് തുടങ്ങിയത് ആരും എനിക്ക് ഉണ്ടായിരുന്നില്ലാത്ത സമയത്താണ്. എനിക്ക് ആരും ഇല്ലെങ്കിലും ഓരോ ആൾക്കാരുടെ കമൻറ്റ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. ഞാൻ തളർന്നു പോകാതെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരുന്നത് അതായിരുന്നു.